ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോലോജിക് പോഡ്കാസ്റ്റ്. ഈ ക്ലാസ്സിൽ യൂറിയ സൈക്കിളും അതിൻ്റെ റെഗുലേഷനും എനർജറ്റിക്സും എന്താണെന്നുള്ളത് നോക്കാം. ഹാവ് യു ഹേർഡ് അബൌട്ട് യൂറിയ സൈക്കിൾ? യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ കൊച്ചു ക്ലാസ്സിലേ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സുവോളജി മെയിൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ യൂറിയ സൈക്കിൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ സിംപ്ലി യൂറിയ സൈക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ. അമോണിയ നമ്മുടെ ബോഡിയിൽ എങ്ങനെ ഉണ്ടാവുന്നു? ഇറ്റ് ഈസ് ഫോംഡ് ഇൻ അവർ ബോഡി ആസ് പാർട്ട് ഓഫ് അമിനോ ആസിഡ് മെറ്റബോളിസം. അപ്പോൾ ഈ അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. അപ്പോൾ അതിനെ ലെസ് ടോക്സിക് ആയിട്ടുള്ള ഫോമായ യൂറിയ എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് യൂറിയ സൈക്കിൾ എന്ന് നോക്കാം. ദ സൈക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ഹാൻസ് ക്രബ്സ് ആൻഡ് കർട്ട് ഹാൻസ്ലേറ്റ് ഇൻ 1932. അതുകൊണ്ട് ഈ സൈക്കിളിനെ നമ്മൾ ക്രബ്സ് ഹാൻസ്ലേറ്റ് യൂറിയ സൈക്കിൾ എന്നും പറയാറുണ്ട്. ഇത് പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തവരാണ് റാറ്റ്നറും കോഹനും. വൈ യൂറിയ സൈക്കിൾ? എന്തിനു വേണ്ടിയിട്ടാണ് യൂറിയ സൈക്കിൾ ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഇൻ ഓർഗാനിസംസ് അമോണിയ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദർ ബോഡി ആസ് പാർട്ട് ഓഫ് അമിനോ ആസിഡ് കാറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് അമോണിയ. ഈ അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. അപ്പോൾ അമോണിയ ബൈ പ്രോഡക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആനിമൽസ് അവരുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. In amphibians and mammals, it is via urea cycle that the highly toxic ammonia is converted to less toxic urea, which is then excreted. Urea cycle is a series of biochemical reactions that results in the formation of urea from ammonia. ആംഫീബിയൻസും മാമൽസും യൂറിയ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആംഫീബിയൻസിനെ മാമൽസിനെ നമ്മൾ യൂറിയോടെലിക് ആനിമൽസ് എന്ന് വിളിക്കാറുണ്ട്. യൂറിയോടെലിക് ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത്. യൂറിയ സൈക്കിൾ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രൈമർലി ക്യാരിഡ് ഔട്ട് ഇൻ ലിവറിലാണ് പ്രൈമർലി നടക്കുന്നത്, ആൻഡ് ടു എ ലെസർ എക്സ്റ്റെൻറ്റ് ഇൻ ദ കിഡ്നീസ്. ഇനി യൂറിയ സൈക്കിൾ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 5 സ്റ്റെപ്പ് സൈക്ലിക് പ്രോസസ്സാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് വിത്ത് 5 ഡിസ്റ്റിങ്ക്റ്റ് എൻസൈംസ്. അപ്പോൾ 5 സ്റ്റെപ്പിനും 5 എൻസൈംസ് ഇൻവോൾവ് ആണ്. ഇനി ഈ 5 സ്റ്റെപ്പിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് നടക്കുന്ന മൈറ്റോകോൺട്രിയയിലാണ്. ബിക്കോസ് ദ ഫസ്റ്റ് 2 എൻസൈംസ് ഇൻവോൾവ് ആർ പ്രസൻറ്റ് ഇൻ മൈറ്റോകോൺട്രിയ. ബാക്കി 3 സ്റ്റെപ്സ് നടക്കുന്നത് സൈറ്റോസോളിലാണ്. അതിന് കാരണം എന്താ? അതിനാവശ്യമായിട്ടുള്ള എൻസൈംസ് പ്രസൻ്റ് ആയിരിക്കുന്നത് സൈറ്റോസോളിലാണ്. അപ്പോൾ അതിന് നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് യൂറിയ സൈക്കിളിൻ്റെ മൊത്തത്തിലുള്ളൊരു പിക്ചറാണ്. ഇതിൽ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന സ്റ്റെപ്പാണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് സൈറ്റോസോളിൽ നടക്കുന്ന സ്റ്റെപ്സാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബമൈൽ ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റ് ഡെഫിനറ്റ്ലി എന്താണ്? അമോണിയാണ്, അല്ലെങ്കിൽ അമോണിയം അയോൺസ് NH4+ എന്ന് നമുക്ക് കാണിക്കാം. അപ്പം അമോണിയം അയോൺസും കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 1. കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 1 എന്ന് പറയുന്നത് എൻസൈം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ സ്റ്റെപ്പ് ടേക്സ് പ്ലേസ് ഇൻ ലിവർ മൈറ്റോകോൺട്രിയ. ലിവറിലെ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഓക്കെ. ആൻഡ് 2 ATPs ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ എത്ര ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? 2 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഓഫ് യൂറിയ സൈക്കിൾ. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്നതും ആ റിയാക്ഷൻ ഓവറോൾ റിയാക്ഷനെയും കൺട്രോൾ ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറിയ സൈക്കിളിലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കാർബമൈൽ ഫോസ്ഫേറ്റിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇവിടെ CO2ഉം NH3യും കൂടെ കമ്പൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തേസ് അല്ലെങ്കിൽ സിന്തറ്റേസ് 1 ടു ഫോം കാർബമൈൽ ഫോസ്ഫേറ്റ്. എത്ര ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 2 ATPs ആർ യൂട്ടിലൈസ്ഡ്. ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സിട്രുലിൻ ആണ്. ഇതും നടക്കുന്നത് എവിടെ തന്നെയാണ്? മൈറ്റോകോൺട്രിയയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു? കാർബമൈൽ ഫോസ്ഫേറ്റ്. അപ്പോൾ കാർബമൈൽ ഫോസ്ഫേറ്റ് അടുത്ത മറ്റൊരു സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഓർണിത്തീനുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യും. അപ്പോൾ കാർബമൈൽ ഫോസ്ഫേറ്റും
അതുപോലെ ഓർണിത്തീനും റിയാക്ട് ചെയ്യുന്നു ടു ഫോം സിട്രുലിൻ. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഓർണിത്തീൻ ട്രാൻസ്കാർബോമൈലേസ്. ഓർണിത്തീൻ ട്രാൻസ്കാർബോമൈലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ദ റിയാക്ഷൻ പ്രോഡക്റ്റ് സിട്രുലിൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ സൈറ്റോസോൾ ബൈ എ കോ ട്രാൻസ്പോർട്ടർ. ഇനി ഇവിടെ ഫോം ചെയ്യുന്ന സിട്രുലിനെ ഇനി അവിടെ ഇരുന്നാൽ മതിയോ? അല്ല, മൈറ്റോകോൺട്രിയയിലെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ സൈറ്റോസോളിലല്ലേ നടക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സിട്രുലിനെ ഒരു കോ ട്രാൻസ്പോർട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി സൈറ്റോസോളിലേക്ക് ക്യാരി ചെയ്യണം. ഓക്കെ, അത് ഞാനവിടെ മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. അടുത്ത പോയിന്റിൽ എഴുതിയിരിക്കുന്നതും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഓർണിത്തീൻ ഈ സൈക്കിളിൽ റീജനറേറ്റ്, ഓരോ ടേണിലും റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് തുടർന്നുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ഓർണിത്തീൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? കാർബമൈൽ ഫോസ്ഫേറ്റും ഓർണിത്തീനും കൂടെ, ഓർണിത്തീൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് തുടർന്നുള്ള സ്റ്റെപ്പിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കാർബമൈൽ ഫോസ്ഫേറ്റും ഓർണിത്തീനും കൂടെ റിയാക്ട് ചെയ്ത് സിട്രുലിൻ ഫോം ചെയ്യുന്നു. അത് മാത്രം ഓർത്താൽ മതി സെക്കൻഡ് സ്റ്റെപ്പിൽ. ആൻഡ് ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദിസ് റിയാക്ഷൻ ഈസ് ഓർണിത്തീൻ ട്രാൻസ്കാർബോമൈലേസ്. ഇവിടെ എനർജി ഒന്നും ATP ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിക്കേ, ഓർണിത്തീനും കാർബമൈൽ ഫോസ്ഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് സിട്രുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഓർണിത്തീൻ ട്രാൻസ്കാർബോമൈലേസ്. ആൻഡ് ദ കാരിയർ പ്രോട്ടീൻ ട്രാൻസ്ഫേഴ്സ് ഓർണിത്തീൻ ഫ്രം സൈറ്റോസോൾ ടു മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഓർണിത്തീൻ വരുന്നത് ആക്ച്വലി സൈറ്റോസോളിൽ നിന്നാണ്. സൈറ്റോസോളിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള സ്റ്റെപ്പുകൾ, സൈറ്റോസോളിലെ സ്റ്റെപ്പുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. ഓർണിത്തീൻ ആൻഡ് കാർബമൈൽ ഫോസ്ഫേറ്റ് കമ്പൈൻസ് ടുഗദർ ടു ഫോം സിട്രുലിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓർണിത്തീൻ ട്രാൻസ്കാർബോമൈലേസ്. ഇത് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്ന 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പാണ് സിന്തസിസ് ഓഫ് അർജിനിനോസക്സിനേറ്റ് അല്ലെങ്കിൽ അർജിനോസക്സിനേറ്റ് എന്ന് നമുക്ക് പറയാം. അർജിനിനോസക്സിനേറ്റ് അല്ലെങ്കിൽ അർജിനോസക്സിനേറ്റ്. അപ്പോൾ നമുക്ക് ഇതാണ് സ്റ്റെപ്പ്. ഇതെങ്ങനെ നടക്കുന്നു നോക്കാം. അർജിനോസക്സിനേറ്റ് സിന്തറ്റേസ് കണ്ടൻസസ് സിട്രുലിൻ ആൻഡ് അസ്പാർട്ടേറ്റ് ടു ഫോം അർജിനോസക്സിനേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലെ പ്രോഡക്റ്റ് ആയിരുന്നു സിട്രുലിൻ. ഈ സിട്രുലിനെ മൈറ്റോകോൺഡ്രിയയിൽ നിന്ന് ഒരു കോ ട്രാൻസ്പോർട്ടറിൻ്റെ ഹെൽപ്പോടെ എവിടെ കൊണ്ടുവരും? സൈറ്റോസോളിലേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ചിട്ട് സിട്രുലിൻ അസ്പാർട്ടേറ്റുമായിട്ട് ചേരും അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം അർജിനോസക്സിനേറ്റ് സിന്തറ്റേസ്. അർജിനോസക്സിനേറ്റ് സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ നമ്മുടെ സിട്രുലിനും, സെക്കൻഡ് സ്റ്റെപ്പിൽ ഓൾറെഡി ഫോം ചെയ്തിട്ടാണ്, സിട്രുലിനും അസ്പാർട്ടേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് അർജിനോസക്സിനേറ്റ് അല്ലെങ്കിൽ അർജിനിനോസക്സിനേറ്റ് സിന്തസൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? അർജിനിനോസക്സിനേറ്റ് ആണ് അല്ലെങ്കിൽ അർജിനോസക്സിനേറ്റ് ആണ്. ഈ റിയാക്ഷനിൽ 2 ATP ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. എത്ര ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? 2 ATPs ആർ യൂട്ടിലൈസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അസ്പാർട്ടേറ്റ് ഒന്നും കൂടെ നോക്കാം. ദിസ് ഇസ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്താ നടക്കുന്നത്? അസ്പാർട്ടേറ്റും സിട്രുലിനും കൂടെ കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്തിട്ട് അർജിനോസക്സിനേറ്റ് ഉണ്ടാവുന്നു. ഇവിടുത്തെ എൻസൈം എന്താണ്? എൻസൈം അർജിനോസക്സിനേറ്റ് സിന്തറ്റേസ് ആണ്. എത്ര ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? 2 ATP അല്ലെങ്കിൽ 2 ATP ഇക്വലൻസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എവിടെ നടക്കുന്നു? സൈറ്റോസോളിൽ നടക്കുന്നു. ഇതാണ് തേർഡ്. അടുത്ത സ്റ്റെപ്പ് എവിടെ തന്നെയാണ് നടക്കുന്നത്? സൈറ്റോസോളിൽ തന്നെയാണ് നടക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സിന്തസിസ് ഓഫ് അർജിനിൻ. എങ്ങനെ അർജിനിൻ സിന്തസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ തേർഡ് സ്റ്റെപ്പിൻ്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു? അർജിനോസക്സിനേറ്റ് ആയിരുന്നല്ലോ. അർജിനോസക്സിനേറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ അർജിനോസക്സിനേറ്റിനെ എന്ത് ചെയ്യുന്നു? ക്ലീവ് ചെയ്യുന്നു. ക്ലീവ് ചെയ്തിട്ട് നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. അർജിനിനും ഫ്യൂമറേറ്റും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? അർജിനോസക്സിനേസ്. എന്താണ്? അർജിനോസക്സിനേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ അർജിനോസക്സിനേറ്റ് ക്ലീവ് ചെയ്ത് അർജിനിനും ഫ്യൂമറേറ്റുമായിട്ട് മാറുന്നു. ഇതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. സിന്തസിസ് ഓഫ് അർജിനിൻ്റെ സിന്തസിസിൽ എന്താ നടക്കുന്നത്? അർജിനോസക്സിനേറ്റ് ക്ലീവ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം അർജിനോസക്സിനേസ് ആൻഡ് ഫോംസ് ഫ്യൂമറേറ്റ് ആൻഡ് അർജിനിൻ. എവിടെ നടക്കുന്നു? സൈറ്റോസോളിൽ. ലാസ്റ്റ് സ്റ്റെപ്പ് 5 എന്താണ്? അവസാനം നമുക്ക് എന്താ കിട്ടേണ്ടത്? യൂറിയ ആണ് അല്ലേ. അപ്പോൾ യൂറിയ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു നോക്കാം. യൂറിയ ഫോർമേഷനിൽ അർജിനിൻ, നമ്മുടെ 4th സ്റ്റെപ്പിലെ പ്രോഡക്റ്റ് ആയിരുന്ന അർജിനിൻ എന്ത് ചെയ്യുന്നു?
ക്ലീവ് ചെയ്തിട്ട് യൂറിയായും ഓർണിത്തീനുമായിട്ട് മാറുന്നു. അതായത് അർജിനിൻ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു യൂറിയ ആൻഡ് ഓർണിത്തീൻ ബൈ അർജിനേസ്. അർജിനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടെ അർജിനിൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂറിയായും ഓർണിത്തീനുമായിട്ട് മാറുന്നു. ഇനി ഈ യൂറിയ എവിടേക്ക് പോകും? ബ്ലഡിലേക്ക് പോയിട്ട് പിന്നെ കിഡ്നിയുടെ ഹെൽപ്പോടെ എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ ഓർണിത്തീൻ ട്രാൻസ്ലോക്കേസ്, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർണിത്തീൻ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലായല്ലോ. സെക്കൻഡ് സ്റ്റെപ്പിലെ സബ്സ്ട്രേറ്റ് ആയിരുന്നു ഓർണിത്തീൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും, റീജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടായ ഓർണിത്തീൻ ആക്ച്വലി എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൈറ്റോസോളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിൽ നിന്ന്? അർജിനിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അർജിനിനാണ് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂറിയായും ഓർണിത്തീനുമായിട്ട് മാറും. ഈ ഓർണിത്തീൻ എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? സൈറ്റോസോളിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. സൈറ്റോസോളിൽ നിന്ന് ഇവരെ എവിടേക്ക് കൊണ്ടുപോകണം? മൈറ്റോകോൺട്രിയയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അർജിനിൻ ക്ലീവ് ചെയ്തിട്ട് യൂറിയായും ഓർണിത്തീനുമായിട്ട് മാറും ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം അർജിനേസ്. ഇത്രയുമാണ് യൂറിയ ഫോർമേഷനിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.